വിശ്വാസികൾ അതിവിശുദ്ധമായി ആചരിക്കുന്ന വലിയ നോമ്പിന് മുന്നൊരുക്കമായി 3 ആഴ്ചകൾക്ക് മുന്നേയുള്ള 3 നോമ്പ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. വലിയ നോമ്പിന് 18 ദിവസങ്ങൾക്ക് മുന്നേ ആയതുകൊണ്ട് തന്നെ 18-ാം ഇടം എന്ന പേരിലും 3 നോമ്പ് അറിയപ്പെടുന്നു. ദൈവത്തിന്റെ സന്ദേശം ലഭിച്ച യോനാ പ്രവാചകൻ അതിനു വഴങ്ങാതെ ഒളിച്ചോടാൻ നടത്തിയ പാഴ്ശ്രമത്തിനു ഫലമായി കടലിലേക്ക് എറിയപ്പെട്ടതും കർത്താവ് നിയോഗിച്ച ഒരു വലിയ മത്സ്യം യോനയെ വിഴുങ്ങിയതും തുടർന്ന് യോന 3 രാവും 3 പകലും ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചതും കർത്താവ് വീണ്ടും ആവശ്യപ്പെട്ടതനുസരിച്ച് ദുഷ്ടത പെരുകിയ മഹാനഗരമായ നിനവയിലെത്തി പ്രസംഗിക്കുന്നതും നിനവേ നിവാസികളുടെ പശ്ചാത്താപം കണ്ടു മനസ്സലിഞ്ഞ് കർത്താവ് ശിക്ഷ വേണ്ടെന്ന് വെക്കുന്നതും നമുക്ക് ഈ 3 നാളുകളിൽ അനുസ്മരിക്കാം. ഇപ്രകാരം യോനാ പ്രവാചകന്റെ കാലത്ത് നിനവേ നിവാസികൾ അനുതപിച്ച് പ്രാർത്ഥിച്ചതോടൊപ്പം കൂട്ടിച്ചേർത്ത് ധാരാളം സംഭവ കഥകൾ പല സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു. പടിഞ്ഞാറൻ സിറിയയിലും കോപ്റ്റിക് പാരമ്പര്യങ്ങളിലും ഇതിനോട് അനുരൂപപ്പെട്ട ഉപവാസാചരണം കണ്ടുവരുന്നു. AD 570-നും 581-നും ഇടയ്ക്ക് മെസപ്പൊട്ടാമിയയിൽ അതിരൂക്ഷമായ ഒരു പകർച്ചവ്യാധി പിടിപെട്ടതിനെ തുടർന്ന് ഭീതിയിൽ കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് മുന്നിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മഹാവ്യാധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടതായും അന്നേ ദിവസം തിങ്കളാഴ്ച മുതൽ ജനങ്ങൾ ഒന്നടങ്കം ഉപവസിച്ച് പ്രാർത്ഥിച്ച് തൊട്ടടുത്തുള്ള വെള്ളിയാഴ്ച ദിവസം ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചതായും അതിനെ തുടർന്ന് അത്ഭുതകരമായി ആ മഹാവ്യാധി ദേശത്തെ വിട്ടുപോയതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. വിവിധ ദേശങ്ങളിൽ വിവിധ നിയോഗങ്ങളോട് ബന്ധപ്പെടുത്തി നോമ്പ് ആചരിക്കപ്പെടുന്നുവെങ്കിലും എല്ലാ ഉപവാസത്തിന്റെയും നോമ്പിന്റെയും ഉദ്ദേശ്യം അനുദിന ജീവിതത്തിലെ അപ്രതീക്ഷിത വിപത്തുകൾക്കെതിരെ ആത്മീയതയുടെ പടച്ചട്ട ധരിച്ച് യുദ്ധം പ്രഖ്യാപിച്ച് തിന്മയുടെ ശക്തിയെ പൊരുതി തോൽപ്പിക്കുക എന്നതാണ്. വൈദ്യശാസ്ത്രത്തിന്റെ പ്രവചനങ്ങളെയും കണക്കുകൂട്ടലുകളെയും അടിക്കടി ഞെട്ടിച്ചുകൊണ്ട് ഓരോ വർഷവും പുതിയ പുതിയ വ്യാധികൾ പല പല പേരുകളിൽ ലോകമാകെ പെരുകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, മിശിഹായുടെ ജീവിതത്തിന്റെ സത്ത മുഴുവൻ ലഭിക്കത്തക്ക വിധം ആഴമുള്ള ആത്മീയത നമുക്ക് കവചവും പരിചയം ആയിരിക്കണം. ഇന്നു മുതൽ ആരംഭിക്കുന്ന 3 നോമ്പിൽ ദൈവത്തിന്റെ കാരുണ്യത്തിന് അതിരുകളില്ല എന്ന വിശ്വാസത്തോടെ നമുക്ക് ആചരിക്കാം ഈ 3 നോമ്പ്.